നമസ്കാരം. 8 വർഷത്തെ രാജകീയ ജീവിതം അല്ല, രാജകീയ ഭരണം നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി സർക്കാരിന്റെ ദൂർത്തുകൊണ്ട് ഖജനാവിനൊപ്പം തന്നെ പല സർക്കാർ സ്ഥാപനങ്ങളും തുരുമ്പ് പിടിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നതാണ് റിപ്പോർട്ട്. ഓരോ ദിവസം കഴിയും തോറും കേരളത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ടാണ് വലിയ വിമർശനങ്ങൾ ഉണ്ടായിട്ടും ആരോപണങ്ങൾ ഉണ്ടായിട്ടും അതിനെയൊന്നും വിലയെടുക്കാതെ തങ്ങൾ തളരാതെ മുന്നോട്ട് തന്നെ പോകുന്നതെന്ന തൊടുന്യായങ്ങളോടെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇടത് സർക്കാർ. അതിന്റെ ഭാഗമായി ഏതാണ്ട് ഖജനാവ് കാലിയായി തുടങ്ങിയിട്ടുണ്ട്. ഈ കണക്കിനാണ് കാര്യങ്ങളുടെ പോക്കെങ്കിൽ വൈകാതെ തന്നെ കേരളത്തെ ഒരാക്രിക്ക് പോലും വേണ്ടാത്ത രീതിയിലേക്ക് മാറ്റും എന്നത് ഉറപ്പാണ്. ഇപ്പോഴിതാ സർക്കാരിന്റെ കയ്യിൽ 5 പൈസ ഇല്ലെന്ന കാരണത്താൽ പോലീസ് വകുപ്പിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നു. സാമ്പത്തിക പ്രതിസന്ധി കടുത്തതോടെ ഇനി സർക്കാർ കനിയും വരെ കാത്തിരിക്കാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവും ഇക്കൂട്ടർക്കുണ്ടായതെന്നാണ് വിവരം. അതിന്റെ ഭാഗമായി തുരുമ്പ് പിടിച്ചു കിടക്കുന്ന ഉപയോഗശൂന്യമായ വാഹനങ്ങൾ വിറ്റ് പണമുണ്ടാക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് വകുപ്പ്. ആക്രി വാഹനങ്ങളുടെ മൂല്യം നിശ്ചയിക്കാൻ ഉദ്യോഗസ്ഥരെ നിയോഗിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കിയിട്ടുണ്ടെന്നാണ് വിവരം. 1000 പോലീസ് വാഹനങ്ങളാണ് ഇക്കഴിഞ്ഞ 6 മാസത്തിനിടെ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. കട്ടപ്പുറത്തായ വാഹനങ്ങളെയും കേസിൽ പിടിച്ചിട്ടിരിക്കുന്ന വാഹനങ്ങളെയുമെല്ലാം വിറ്റ് പണമാക്കാനായുള്ള ശുപാർശ DGP തന്നെ സർക്കാരിന് നൽകിയിരുന്നു. ഓടുന്ന വാഹനങ്ങൾക്ക് പോലും ഇന്ധനമടിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പോലീസ് എന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. ഇതിനായുള്ള പണം ലഭിക്കുന്നില്ല. അന്യസംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണത്തിന് പോകുന്ന ഉദ്യോഗസ്ഥർ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ടാണ് അന്വേഷണത്തിന് പോകുന്നതെന്നതാണ് സൂചന. ഇത് കേസ് അന്വേഷണത്തെ പോലും ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം സ്വന്തം കിഷയിൽ നിന്ന് പണം പോകുമെന്ന് കണ്ടാൽ അങ്ങനെ ഒരു അന്വേഷണമേ വേണ്ട, ഇത് എന്തെങ്കിലും പറഞ്ഞ് ചുരുക്കാമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വരെ ചിന്തിച്ചേക്കാവുന്ന സാഹചര്യമാണ്. എന്തായാലും കോടതി നടപടിക്ക് ആവശ്യമല്ലാത്ത വാഹനങ്ങൾ ലേലം ചെയ്യുന്നതിന് നിയമപരമായി തടസ്സമില്ലെന്നിരിക്കെ കോടികൾ വരുമാനം വരുമെന്നാണ് ഇപ്പോൾ ഈ ഒരു ആക്രി വിൽക്കാൻ തുടങ്ങുന്നതിലൂടെ പോലീസ് വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. മൂല്യം നിർണയിച്ചാൽ ലേലത്തിലേക്ക് ഇത്തരത്തിൽ പോലീസ് വാഹനങ്ങൾ നൽകും എന്നതാണ് വിവരം. ഉപയോഗശൂന്യമായ വാഹനങ്ങൾ ലേലം ചെയ്യാൻ അടുത്തിടെ വിജിലൻസ് ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ആക്രി വാഹനങ്ങൾക്ക് അത്ര മാർക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ വണ്ടി വാങ്ങാൻ ആരും ആ സാഹചര്യത്തിൽ എത്തിയിരുന്നില്ല. ഓടിത്തളർന്നതും തുരുമ്പെടുത്തതുമായിട്ടുള്ള പോലീസ് വാഹനങ്ങൾ വിൽക്കാൻ വയ്ക്കുമ്പോൾ ഇനി എന്താകുമെന്നത് അതുകൊണ്ട് തന്നെ കണ്ടറിയേണ്ടി വരും. 15 വർഷം കഴിഞ്ഞ വാഹനങ്ങൾ നിരത്തിൽ ഇറക്കരുതെന്ന നിയമം കൂടെ ഉള്ളപ്പോൾ ആക്രി വണ്ടികളുടെ എണ്ണം പെരുകിയിരിക്കുകയാണ്. മൂല്യനിർണ്ണയം നടത്താൻ പോലീസിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരെ ആഭ്യന്തര വകുപ്പ് ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് വിവരം. എന്തായാലും ഈ പദ്ധതി ഇനി നടപ്പിലാകുമോ ഇല്ലയോ എന്നത് കണ്ടറിയണം. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധി ഇത്തരത്തിൽ തുടരുകയാണ്. പോലീസുകാരെ പോലും സർക്കാർ കൈവിട്ടു എന്നിരിക്കെ നിലവിൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പച്ചരി പോലും മുടങ്ങാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ സാധിക്കില്ല.